നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ജന്മനക്ഷത്രങ്ങളും ആ ജന്മനക്ഷത്രങ്ങളിൽ ഉള്ളവർക്ക് ധരിക്കാൻ പറ്റുന്ന രത്നങ്ങളെയും പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് അശ്വതി, മകം, മൂലം എന്നീ ജന്മനക്ഷത്രമുള്ളവർക്ക് പൊതുവായിട്ട് ധരിക്കാവുന്ന ഒരു രത്നമാണ് വൈഡൂര്യം എന്ന് പറയുന്നത്. അതുപോലെ ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ധരിക്കാൻ പറ്റുന്ന ഒരു രത്നമാണ് വജ്രം. അടുത്തതായിട്ട് കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു രത്നമാണ് മാണിക്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ കഴിയുന്ന ഒരു രത്നമാണ് മുത്ത്. മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ കഴിയുന്ന ഒരു രത്നമാണ് പവിഴം എന്ന് പറയുന്നത്. തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ പറ്റുന്ന പൊതുവായിട്ടുള്ള ഒരു രത്നമാണ് ഗോമേതകം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പുണർദം, വിശാഖം, പൂരുരുട്ടാതി, അനിഴം, പൂയം എന്നീ നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് ധരിക്കാൻ കഴിയുന്ന ഒരു രത്നമാണ് ഇന്ദ്രനീലം. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ കഴിയുന്ന ഒരു രത്നമാണ് മരതകം. വിശാഖം നക്ഷത്രക്കാർക്ക് ധരിക്കാൻ പറ്റിയ ഒരു രത്നമാണ് പുഷ്യരാഗം. ഈ രത്നങ്ങൾ പൊതുവായിട്ട് ഈ നക്ഷത്രക്കാർക്ക് ധരിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ സാധാരണ രത്നങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നെങ്കിൽ നമ്മളുടെ ജന്മ നക്ഷത്രം വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ച തീയതി വെച്ചിട്ടാണ്. അപ്പോൾ ജന്മനക്ഷത്രങ്ങൾ വെച്ച് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. ഇനിയും അടുത്തൊരു വീഡിയോയിൽ ഞാൻ ജന്മദിനങ്ങൾ വെച്ച് ധരിക്കാൻ കഴിയുന്ന രത്നങ്ങളുണ്ട്. ആ രത്നങ്ങളെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.